ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ആർമിയുടെ കീഴിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും ആദ്യം തന്നെ നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത്. വളരെ മികച്ചൊരു അവസരമാണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. SSB ഇൻ്റർവ്യൂ ഉണ്ട്. എന്താണ് SSB ഇൻ്റർവ്യൂ എന്നൊക്കെ ഉള്ളത് മുൻപേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. ലൈഫ് ട്രാക്ക് മലയാളം SSB ഇൻ്റർവ്യൂ നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തൊരു വീഡിയോ ആണ്. എനിവേ അതേ പ്രോസസ്സിൽ തന്നെയാണ് ഇപ്പോഴും അത് നടക്കുന്നത്. എനിവേ നമുക്ക് വരാൻ പോകുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ത്യൻ ആർമിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപേക്ഷ കൂടി ഉടനടി ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാനായിട്ട് പോകുന്നത്. ജോയിൻ ഇന്ത്യൻ ആർമി ആസ് എൻ ഓഫീസറായിട്ട് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ മെൻ അതുപോലെ തന്നെ ടെക്നിക്കൽ വുമണിലേക്കുള്ള 2025 നോട്ടിഫിക്കേഷനാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപേക്ഷ ഇതിൻ്റെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുമായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ SSC ടെക് മെന്നും വുമണുമാണ് ഉടനടി വിളിക്കാൻ പോകുന്നത്. 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരിക്കും ക്വാളിഫിക്കേഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വിവിധ സ്ട്രീമുകൾ ഉണ്ടാകും. ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് ഡിഗ്രി സ്ട്രീമുകളും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പം കൃത്യമായിട്ട് സ്ട്രീംസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ ആയിരിക്കും. www.joinindianarmy.nic.in എന്ന് പറഞ്ഞ ഇതിലൂടെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് 7 ജാനുവരി 2025 മുതൽ 5 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. SSB ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും, പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് എടുക്കും. ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഓഫീസർ റാങ്കിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ SSB ഇൻ്റർവ്യൂ മെയ് ജൂലൈ 2025 ആ ഒരു ടൈം പീരീഡിലായിരിക്കും നടക്കുന്നത് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് OTA ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലൊക്കെ ആയിരിക്കും. 49 ആഴ്ചകളോളം നീളുന്നൊരു ട്രെയിനിങ് ആയിരിക്കും. അതുപോലെ തന്നെ 56,100 രൂപ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് പോലെ ലഭിക്കും. തുടക്കം തന്നെ നിങ്ങൾ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും എൻ്റർ ആവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിവേ ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. നിങ്ങൾക്ക് മിനിമം 10 വർഷം സർവീസ് ചെയ്യാം, മാക്സിമം 14 വർഷം സർവീസ് ചെയ്യാം. നിങ്ങൾക്ക് ലീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ലീവ് ചെയ്യാം, അല്ലെ 10 വർഷം അല്ലെ 14 വർഷം കഴിഞ്ഞാൽ ലീവ് ചെയ്യാം. അല്ലെ നിങ്ങൾക്ക് പെർമനൻറ്റ് കമ്മീഷനായിട്ട്, അതായത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 7 ജാനുവരി 2025 അപേക്ഷ തുടങ്ങിയാൽ 5 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു കാര്യം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരിക്കും യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഈ ഒരു പോസ്റ്റർ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കുക.